ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ സിവിലിയൻ ബങ്കറുകൾ വാസയോഗ്യമാക്കി തുടങ്ങി. അതിർത്തിയിൽ സംഘർഷം ആരംഭിച്ചാൽ ജനങ്ങളെ സുരക്ഷിതരായി മാറ്റുന്നത് ഈ ബങ്കറുകളിലേക്കാണ്. പൂഞ്ചിലും രജൌരിയിലുമായി 25,000-ലേറെ ബങ്കറുകളുണ്ട്. तो हम बॉर्डरवासी हैं, इसीलिए जो हिंदुस्तान में होगा वो सबसे पहले इफेक्टेड तो हमारे एरियाज होते हैं, तो हम लोग उसके लिए अपने आप को प्रिपेयर कर रहे हैं कि अगर कुछ भी होता है वी आर रेडी फॉर दैट. हम लोग पहले तो प्रेडिक्ट नहीं कर पाते थे कि शेलिंग कब होगी, क्योंकि बॉर्डर का एरिया है, यहाँ पे कभी भी कुछ भी हो जाता है. ഇതിനിടെ UAE പ്രസിഡന്റ് മോദിയുമായി സംസാരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചു. ഇന്ത്യയ്ക്കൊപ്പം എന്ന് മുഹമ്മദ് ബിൻ സായിദ് അറിയിച്ചു. വിവരങ്ങൾ നൽകാനായി P. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, വലിയൊരു സംഘർഷ സാഹചര്യം മുന്നിൽ കണ്ടാണോ ഈ ബങ്കറുകൾ വാസയോഗ്യമാക്കുന്നൊരു നടപടിയിലേക്ക് കടന്നത്? അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് കൂടുതൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയും എത്തുകയാണ്. സാധാരണ സംഘർഷം വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സിവിലിയൻ ബങ്കറുകൾ തയ്യാറാക്കുന്നത്. അതായത് അതിർത്തി മേഖലകളിൽ അല്ലെങ്കിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം താമസിക്കുന്ന സാധാരണക്കാരെ, കൃഷിക്കാരെയൊക്കെ ഏറ്റുമുട്ടൽ വരുന്ന ഒരു സാഹചര്യത്തിൽ ബങ്കറുകളിലേക്ക് സുരക്ഷിതമായി മാറ്റാറുണ്ട്. ഇത്തരം വലിയ തോതിലുള്ള സിവിലിയൻ ബങ്കറുകൾ രജൌരി, പുഞ്ച് മേഖലയിൽ പൂർണ്ണമായും ഉണ്ട്. 1,500ഓളം ബങ്കറുകളാണ് പുഞ്ചിലുള്ളത്. 1,200ഓളം ബങ്കറുകൾ രജൌരി മേഖലയിലുമുണ്ട്. എല്ലാം കൂടി 2,500ഓളം സിവിലിയൻ ബങ്കറുകളാണുള്ളത്. ഇതിൽ 92 കമ്മ്യൂണിറ്റി ബങ്കറുകളാണ്. അപ്പോൾ ഏറ്റുമുട്ടൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ്റെ ഷെല്ലിംഗ് ഉണ്ടാകാറുണ്ട്, വെടിവെപ്പ് ഉണ്ടാകാറുണ്ട്. ഇതിൽ നിന്നും നാട്ടുകാരെ അല്ലെങ്കിൽ തദ്ദേശീയരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബങ്കറുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് വൃത്തിയാക്കുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വൃത്തിയാക്കുകയാണ്. നാട്ടുകാർ തന്നെ നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ട് ആസന്നമായ ഒരു സംഘർഷം അവർ മുന്നിൽ കാണുന്നു എന്നുള്ളതാണ്. അതേസമയം ലോകരാഷ്ട്രങ്ങൾ, കൂടുതൽ രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായി വരുന്നുണ്ട്. ഇന്ത്യക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ച UAE പ്രസിഡന്റ് അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു. ഇപ്പോൾ പെഹൽഗാമിലെ ഭീകരാക്രമണത്തെ അദ്ദേഹം അപലപിച്ചു. മാത്രമല്ല, ഇന്ത്യ കടുത്ത നടപടി തന്നെ എടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റും അല്പസമയം മുമ്പ് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അതേസമയം സേനയും വിവിധ തലങ്ങളിൽ സജ്ജമായിക്കൊണ്ടിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ശരി, P. ബസന്താണ് വിവരങ്ങൾ നൽകിയത്.